സൂപ്പർ സൂപ്പർ. അജിത്തും അർജുനും സൂപ്പർ. കൊള്ളാം, സൂപ്പർ സിനിമ. ക്ലാസ്സിന് വേണം. ഹോളിവുഡ് ടച്ച് എല്ലാ ക്ലാസ്സായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഉള്ള ക്ലാസ്, സെക്കൻഡ് ഹാഫ് മാസ്. ഒരു രക്ഷയില്ല, വളരെ മനോഹരമായിട്ടുള്ള കളർ ഗ്രേഡിംഗ് ആണ്. ഭയങ്കര ലാസ്റ്റ് ഒരു 25 മിനിറ്റ് നമുക്ക് അജിത്തിന്റെ ഒരു കളിയാട്ടം എന്ന് പറയാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്കത് ഭയങ്കര ലാഗ് ആയിട്ടാണ് തോന്നിയത്. കലയുടെ മുമ്പിറങ്ങി 2 പടം നോക്കുമ്പോൾ ബെറ്റർ ഫിലിമാണ് വരുന്നത്. എങ്ങനെയുണ്ട് പടം? സൂപ്പർ സൂപ്പർ. അജിത്തും അർജുനും സൂപ്പർ. എങ്ങനെയുണ്ട് പടം? കൊള്ളാം, സൂപ്പർ സിനിമ. ക്ലാസ്സിന് വേണം. ഹോളിവുഡ് ടച്ച് എല്ലാ ക്ലാസ്സായിട്ട് എടുത്തിട്ടുണ്ട്. സൂപ്പർ. First half ulla class, second half mass. Ajit is looking very fresh and young. He's a very good fellow actually. I'm Ajit fan. I'm coming from Tamil Nadu to watch the movie on 7 AM. It's a very good movie, but directly it's connected with the family audience, I think so. പടം വളരെ നൈസ് മൂവിയാണ്. ഇത് മൊത്തത്തിൽ ഒരു ഹോളിവുഡ് സ്റ്റൈലിലാണ് സംഭവം മൊത്തത്തിൽ എടുത്തേക്കുന്നത്. ഇതിലെ ഏറ്റവും നല്ല രീതിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ DA കളർ ഗ്രേഡിംഗ് ആണ്. ഒരു രക്ഷയില്ല, വളരെ മനോഹരമായിട്ടുള്ള കളർ ഗ്രേഡിംഗ് ആണ്. അത് യൂഷ്വലി നമ്മുടെ മൂവീസിലൊന്നും കണ്ടിട്ടില്ലാത്ത നല്ലൊരു DA കളർ ഗ്രേഡിംഗ്. VFX ആയാലും നന്നായിട്ടുണ്ട്. പിന്നെ ഈ പടം എന്ന് പറഞ്ഞാൽ അജിത് കുമാറാണ്. അജിത് കുമാറിൻ്റെ കംപ്ലീറ്റ് ഹാൻഡ്സം ലുക്ക്, സ്വാഗ്, ഒരു രക്ഷയില്ല, സൂപ്പർ ആക്ടിങ്. അതുപോലെ AK എന്ന് പറയുന്ന അർജുനും അതുപോലെ കായലിൻ്റെ കോമ്പിനേഷനാണ് ഇതിനകത്ത്. അതും വളരെ വലിയ സൂപ്പർ ഹിറ്റാണ്. അതുപോലെ നടൻ അർജുനായാലും റെജിയിലായാലും നല്ല മനോഹരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം പറയേണ്ടതാണ്. അതുപോലെ മ്യൂസിക് എല്ലാം നൈസായിട്ട് നമ്മൾ ഫുൾ ടൈം നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ പിടിച്ചിട്ടുന്നുണ്ട്. പിന്നെ കുറേ വോയിസിൽ സ്ലോനെസ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ആ രീതിയിലുള്ള ഒരു മൂവിയാണ്. അത് ആ ഒരു ജോണർ തന്നെ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. നല്ല നൈസ് മ്യൂസിക്കാണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അജിത് കുമാർ തന്നെയാണ്. മൊത്തത്തിൽ പുള്ളിയുടെ ഒരു താണ്ഡവാട്ടാണ്. പുള്ളിയുടെ കാർ റേസിംഗൊക്കെ പുള്ളി ഒറിജിനലായിട്ട് ചെയ്തേക്കുന്നത് വളരെ മനോഹരമായിട്ടുണ്ട്. ഒരു രക്ഷയിലെ ഫൈറ്റ് സീൻസ് എല്ലാം ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റ്സ് ആണ്, കോമ്പാക്ട്സ് ആണ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് അത് വളരെ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഡിഫറെൻറ്റ് മൂവിയിലെ പോലെ തമിഴ് പടത്തിലെ പോലെ ഇടിച്ചിട്ട് തെറിച്ചു പോകുന്ന പരിപാടി അതൊന്നുമില്ല. വളരെ ഹോളിവുഡ് സ്റ്റൈലിൽ വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് മൂവിയും അതുപോലെ കാരാട്ടെ കെട്ടിലൊക്കെ വരുന്ന പോലെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട്സ് വളരെ മനോഹരമായിട്ട്, വളരെ ഓവറായിട്ടും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് സംഭവം ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കളർ ഗ്രേഡിംഗ് ആണ്. പ്രത്യേക തരം, കാരണം യൂഷ്വലി മൂവീസിലൊന്നും കാണാത്ത നൈസ് കളർ ഗ്രേഡിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. നമ്മൾ എന്തായാലും കാണണം. ഭയങ്കര ഹ്യൂജ് എക്സ്പെക്ടേഷൻ വരണ്ട. എന്തായാലും എബോ ആവറേജ് പടം. பயங்கர பக்கா நல்ல மூவி. இன்டர்வலுக்கு அப்புறம் ஃபுல் கம்ப்ளீட் ஆக்டிங் நல்லா இருக்கு. அஜித் வேற லெவலில் நடிச்சிருக்காங்க. எல்லாருமே சூப்பராக நடிச்சிருக்காங்க. நல்லா இருக்கு. எல்லாருமே கண்டிப்பாக போய் பார்க்கலாம். த்ரிஷாவும் சூப்பராக நடிச்சிருக்காங்க. செமையாக இருக்குது. அர்ஜுன், ஆரவ் எல்லாரோட ஸ்டாக்குமே, ரஜினா ஆக்சுவலாக எல்லாருமே நல்லா இருந்துச்சு. ஃபுல்லாக ஆக்டிங். ஒரு கார் சீன் வரும், அது சூப்பராக எடுத்திருந்தாங்க. எல்லாருமே ஆக்சுவலாக நல்லா டைரக்ட் பண்ணியிருக்காங்க. நல்லா இருக்கு. கழிச்சு பாரு. நான் தலை ஃபேன். இது ஃபர்ஸ்ட் டைம் FTF ரொம்பவே நல்லா இருந்துச்சு. அதுக்கும் வரும் FTF. அதனால அந்த அர்ஜுன் ஃபைட் சீன்ஸ், கார் ஃபைட் சீன், அந்த ஆங்கிள் கேமராக்கெல்லாம் நல்லா ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു കോമൺ മാൻ എങ്ങനെയായിരിക്കും ആളുടെ ലൈഫിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടും എന്നൊരു കഥ. അതുപോലെ റൊമാൻസ് സീന്, അതുപോലെ ട്വിസ്റ്റ്, അതൊന്നും എക്സ്പെക്ട് ചെയ്തത്. ലാസ്റ്റ് ഒരു 25 മിനിറ്റ് നമുക്ക് അജിത്തിന്റെ ഒരു കളിയാട്ടം എന്ന് പറയാം. അടിപൊളിയായിട്ട് ലാസ്റ്റ് ഒരു അടിപൊളി ക്ലൈമാക്സ് ഒക്കെ നല്ല ഇതിലായിരുന്നു. കമേഴ്ഷ്യൽ പടമല്ല, ഒരു നോർമൽ ഒരു മകയിൽ തിരുമേന സിനിമ. പക്ഷേ എന്നാൽ ഭയങ്കരമായിട്ടൊരു ത്രില്ലിങ്ങോ അല്ലെങ്കിൽ സീക്രറ്റ് അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. ഒരു നോർമൽ ഒരു പടം. പക്ഷേ എല്ലാ ഓഡിയൻസിനും അത് കണക്റ്റ് ആവുമെന്ന് അറിയാം. പേഴ്സണലി നമുക്കത് കുഴപ്പമില്ലാതെ ഒരു ഫീൽ കിട്ടി പടം. അജിത്തിനൊരു കമ്പാക്ക് എന്ന് പറയാം. സുനിമ എന്ന് പറയുന്ന പുള്ളിക്കൊരു അത്ര അതിനേക്കാൾ ഫാർ ബെറ്ററാണ് ഈ പടം. അപ്പോൾ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താനുള്ളതുണ്ട്. ഫാമിലി ഓഡിയൻസിനെ കയറ്റുമോ? തീർച്ചയായും ഫാമിലി ഓഡിയൻസിന് എന്തായാലും ഫാമിലിക്ക് കണക്റ്റ് ആവാൻ പറ്റുന്ന ഒരു പടമാണ്. മാസ് ഒരുപാട് നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഒരുപാട് മാസ് ഫൈറ്റ് അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഒരു കോമൺ ആയിട്ട് ഒരു റിയലിസ്റ്റിക് പടം, ഒരു മകൻ ഡിഫൈൻ പടം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എനിക്കത് ഭയങ്കര ലാഗായിട്ടാണ് തോന്നിയത്. മൂവി വൻ ലാഗായിട്ടാണ് തോന്നിയത്. ഒരു കുഞ്ഞു പടമായിട്ട് എടുത്ത് തീർക്കാനുണ്ടല്ലോ. വലിച്ചു നീട്ടി ഉണ്ടായിരുന്നു. പിന്നെ അജിത്തിൻ്റെ കുറേ നാളിന് ശേഷമുള്ള ഒരു പടമാണല്ലോ. അപ്പം എക്സ്പെക്റ്റഡ് സംതിങ് എൽസ്. പക്ഷെ അത്ര ഉണ്ടാവില്ല. പക്ഷെ അജിത്തിൻ്റെ ത്രൂ ഔട്ട് ഹി ഈസ് ഓണിങ് ദ ഷോ. പുള്ളി തന്നെയാണ് ഫുൾ ഉള്ളത്. പിന്നെ മറ്റ് വിടാമുയർത്തി സോങ് ഉണ്ടല്ലോ, അതൊക്കെ നല്ലതായിരുന്നു. പക്ഷെ അർജുൻ ആൻഡ് ഇപ്പോൾ ഒരാൾ ചോദിച്ചു മങ്കാത്തയുടെ ഹൈപ്പിലുണ്ടോ? അത്രയ്ക്കൊന്നുമില്ല. അർജുൻ ആൻഡ്
വരുന്നില്ല. പക്ഷെ നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇതിങ്ങനെയാണോ ഇത് അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്റർവൽ ബ്രേക്ക് ഇസ് ഗുഡ്, പക്ഷെ ഭയങ്കര ലാഗായിട്ട് തോന്നി. ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. മറ്റേ ഫസ്റ്റ് ഒരു സോങ് ഉണ്ടല്ലോ, ദാറ്റ് സോങ് വാസ് ഗുഡ്. അല്ലാതെ വേറെ ഒന്നും അങ്ങനെ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അതിൻ്റെ അകത്തില്ല. ഇത്രയും നാളത്തിന് ശേഷം വന്നത് കൊണ്ട് പറയുന്നു. മകൻ തിരുമേനിയിലെ പടം ആ ഒരു റേഞ്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ആവറേജ് ഫീലാണ് വരുന്നത്. കലയുടെ മുമ്പിറങ്ങി 2 പടം വെച്ച് നോക്കുമ്പോൾ ബെറ്റർ എക്സ്പീരിയൻസാണ് വരുന്നത്. സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ പക്കയാണ്, കല ഒരു രക്ഷയില്ല, വേറെ ലെവൽ തന്നെയാണ്. പടം വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോങ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ BGM ഒക്കെ സെയിം BGM തന്നെ അവസാനം അവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ വലുതായിട്ടൊരു പുതുമ ഒന്നും പറയാൻ മാത്രമൊന്നുമില്ല. പക്ഷെ മുമ്പിറങ്ങി 2 പടം വെച്ച് നോക്കുമ്പോൾ ബെറ്ററാണ്. കോമ്പിനേഷൻ എങ്ങനെയുണ്ട്? കോംബോ ഒക്കെ പക്കയാണ്. സ്ക്രീൻ പ്രസൻസ് തമ്മിൽ അർജുൻ്റെ ആണെങ്കിലും തലയുടെ ആണെങ്കിലും വേറെ ലെവലാണ്. പണം വൈസ് അത്യാവശ്യം ഒരു സ്ട്രോങ് ആക്കിയിരുന്നെങ്കിൽ അല്പം കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെയാണ്. മാക്സിമം രക്ഷയില്ല, കിടില ലെവലിൽ തന്നെ വിഷ്വലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്ന പടം അത്യാവശ്യം സ്ട്രോങ് ആക്കിയിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു.